الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض منها 4 حرم ذلك الدين القيم فلا تظلموا فيهن أنفسكم وقاتلوا المشركين كافة كما يقاتلونكم كافة واعلموا أن الله مع المتقين സത്യവിശ്വാസികളെ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അവനെ കാത്തു സൂക്ഷിക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിലെ എല്ലാ രംഗത്തും അല്ലാഹു തആല അവന്റെ ഖൈറും ബറക്കത്തും നമ്മിൽ ധാരാളമായി വർഷിക്കുമാറാവട്ടെ. രോഗികളായി കഴിയുന്ന ഒട്ടനവധി ആളുകൾ റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. അനുഭവിക്കുന്ന വേദനയ്ക്ക് അല്ലാഹു തആല തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ സഹോദരൻ കോട്ടമല സ്വദേശി MK അഹമ്മദ് സാഹിബ് ഇന്ന് മരണപ്പെട്ടു. ജുമഅയ്ക്ക് മുമ്പായി അദ്ദേഹത്തിന്റെ ജനാസ ഖബറടക്കി. അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബർസഖി ജീവിതം റബ്ബ് സുബ്ഹാനഹു വ തആല സന്തോഷപൂർണ്ണമാക്കി തീർക്കുമാറാവട്ടെ. റബ്ബിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയാഇന്റെയും ഔലിയാഇന്റെയും സുദീഖുകളുടെയും ശുഹദാഇന്റെയും സ്വാലിഹീകളുടെയും കൂടെ ഒരിടം നൽകി അദ്ദേഹത്തെയും നമ്മെയും എല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. പവിത്ര മാസമായ ദുൽഹിജ്ജയിൽ നിന്ന് പവിത്ര മാസമായ മുഹറമിലേക്കുള്ള മാറ്റത്തിന്റെ സമയത്താണ് നാം ഉള്ളത്. ഇന്ന് ദുൽഹിജ്ജ 28 നാളെ ദുൽഹിജ്ജ 29 മാസപ്പിറവി ദൃശ്യമായാൽ
മറ്റന്നാൾ ഇൻഷാ അല്ലാഹ് മുഹറം 1 നമ്മൾ പ്രവേശിക്കും. ഇസ്ലാമികമായ കണക്ക് പ്രകാരം ഒരു വർഷത്തെ ആദ്യ മാസമാണ് മുഹറം, അവസാന മാസമാണ് ദുൽഹിജ്ജ എന്നത്. അഥവാ പവിത്രമായ മാസം കൊണ്ട് ആരംഭിച്ച് പവിത്രമായ മാസം കൊണ്ട് അവസാനിക്കുന്ന രൂപത്തിലാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു വർഷത്തെ നിശ്ചയിച്ചിരിക്കുന്നത്. മറ്റിതര കലണ്ടറുകളെ പോലെ ഏതെങ്കിലും മാസം കൊണ്ട് പ്രത്യേക കാരണങ്ങളൊന്നുമില്ലാതെ ആരംഭിക്കുന്ന രീതിയല്ല ഹിജ്റ കലണ്ടറിന് ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചതാണ്. ആകാശഭൂമികൾ സൃഷ്ടിച്ച അന്ന് മുതൽ തന്നെ മാസങ്ങൾ 12 എന്നതും അതിൽ ഇന്നതൊക്കെയാണ് അതിന്റെ ഓർഡർ എന്നതും അല്ലാഹു തആല നിശ്ചയിച്ചത് തന്നെയാണ്. പിന്നീട് കലണ്ടർ കണക്കാക്കിയപ്പോൾ ആ കലണ്ടറിൽ മുഹറം മാസം മുതൽ കണക്കാക്കി തുടങ്ങി എന്ന് മാത്രമേ ഉള്ളൂ. അതല്ലെങ്കിൽ ഓതിവെച്ച ആയത്തിൽ പരാമർശിച്ചതുപോലെ ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. അല്ലാഹു തആല ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച അന്ന് മുതൽ റബ്ബിന്റെ കണക്കിൽ, റബ്ബിന്റെ രേഖയിൽ മാസങ്ങളുടെ എണ്ണം 12. മിൻഹാ അർബഅത്തുൻ ഹുറും, അതിൽ 4 മാസങ്ങൾ പവിത്രമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, അസ്സമാനു ഖദ് ഇസ്തദാറ കഹൈഅതിഹി യൗമ ഖലഖല്ലാഹു അസ്സമാവാതി വൽ അർദ്. അല്ലാഹു തആല ആകാശഭൂമിയെ സൃഷ്ടിച്ച അന്നത്തെ രൂപം എങ്ങനെയാണോ അതേ രൂപത്തിലേക്ക് ഇതാ കാലം തിരിഞ്ഞു വന്നിരിക്കുന്നു. അസ്സനതു 12 ശഹ്റ, ഒരു വർഷം എന്നത് 12 മാസങ്ങളാണ്. മിൻഹാ അർബഅത്തുൻ ഹുറും, അതിൽ 4 മാസങ്ങൾ പവിത്രമാണ്. സലാസത്തുൻ മുതവാലിയാത്ത്, 3 തുടർച്ചയായി വരുന്ന മാസങ്ങളാണ് ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം. 4-മത് റജബ് മുദർ അല്ലദീ ബൈന ജുമാദ വ ശഅബാൻ. 4-മത് മുദർറാണ്, റജബുമാണ്. ശഅബാനിനും അതുപോലെ ജുമാദക്കും ഇടയിലുള്ള ശഅബാനും ജുമാദുൽ ആഖിറിനും ഇടയിലുള്ള റജബുമാണ് 4-മത്തെ മാസമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിക്കുന്നു. റജബ് മുദർ എന്ന് പറഞ്ഞത് മുദർറാണ് റജബും റബീഅക്കർ റജബും എന്ന 2 തരം റജബുകൾ ജാഹിലിയ്യക്കായിട്ട് കണക്കാക്കി പോരാറുണ്ട്. മാസങ്ങൾ അവർ കൃത്രിമത്വം കാണിക്കലുണ്ട്. ഒരു മാസം കഴിഞ്ഞ് അടുത്ത മാസത്തിന് പേരുകൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി ഇടാറുണ്ട്. ദുൽഹിജ്ജ കഴിഞ്ഞ മുഹറം ആണോ വേണ്ടേ എന്ന് ജാഹിലിയ്യക്കാലത്ത് അവർ യോഗം കൂടി ചർച്ച ചെയ്ത് തീരുമാനിച്ച് ഇപ്രാവശ്യം മുഹറം അല്ല വേണ്ടത്, പകരം ഇന്ന മാസമാകട്ടെ, ആ മാസത്തിന് സമയമാകുമ്പോൾ അന്ന് മുഹറമാക്കി വെക്കാമെന്നൊക്കെ അവരതിൽ മാറ്റിമറിച്ച് തീരുമാനമെടുക്കാറുണ്ട്. അതുപ്രകാരം ഹജ്ജ് കർമ്മങ്ങളെപ്പോലും അവർ മാറ്റാറുണ്ട്. എല്ലാ വർഷത്തിലും ദുൽഖഅദ കഴിഞ്ഞ ദുൽഹിജ്ജയിലല്ല അന്ന് ഹജ്ജ് നടക്കാറുള്ളത്. അവർക്ക് തോന്നിയ പോലെ അവർ യോഗം ചേർന്ന് കണക്കാക്കി ഇന്ന മാസമാണ് ഹജ്ജ് എന്ന് തീരുമാനിച്ച് അത് പ്രഖ്യാപിച്ച് ആ മാസത്തിലാണ് അന്ന് ഹജ്ജ് നടക്കാറുള്ളത്. നബി തങ്ങൾ തന്റെ ജീവിതത്തിൽ അവസാന കാലത്ത് ഹിജ്റ 10-ാമത്തെ വർഷത്തിലാണല്ലോ ഹജ്ജ് നിർവഹിച്ചത്. പല കാരണങ്ങളിലുണ്ട്. അതിൽ ഒരു കാരണം ആ വർഷത്തിലാണ് ദുൽഹിജ്ജയിൽ ഹജ്ജ് വന്നത്, മക്കക്കാരുടെ തീരുമാനപ്രകാരം. അതല്ലാത്ത മാസങ്ങളിലൊക്കെ അല്ലാത്ത വർഷങ്ങളിലൊക്കെ മറ്റു പല മാസങ്ങളിലുമായിരുന്നു ഹജ്ജ് നടന്നത്. അവിടെ ആ മാസം നബി തങ്ങൾ ഹജ്ജ് ചെയ്താൽ പിന്നെ അത് എന്നേക്കും മാതൃകയായി മാറും. ഉദാഹരണമായി മുഹറമിലോ സഫറിലോ നബി തങ്ങൾ ഹജ്ജ് നിർവഹിച്ചാൽ ഒരുപക്ഷെ കാലാവസാനം വരെയും ആളുകൾ ആ മാസവും ഹജ്ജിന് വരും. നബി ചെയ്തത് മുഹറമിലാണല്ലോ, നബി ചെയ്തത് സഫറിലാണല്ലോ എന്ന് പറയും.
അത് പറയാതിരിക്കാൻ വേണ്ടി കൂടിയാണ് ദുൽഹിജ്ജയിലേക്ക് ഹജ്ജ് വരുന്നത് വരെ നബി തങ്ങൾ കാത്തിരിക്കുകയും ദുൽഹിജ്ജയിൽ ഹജ്ജ് പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ ആ കൊല്ലം നബി തങ്ങൾ ഹജ്ജിനായി ഇഹ്റാം ചെയ്ത് പ്രഖ്യാപിച്ചു പോവുകയും ചെയ്തത് എന്ന് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹുള്ള പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കുന്നുണ്ട്. അല്ലാഹു അഅലം. എന്താണെങ്കിലും ദുൽഹിജ്ജ മാസം ഒരു വർഷത്തെ അവസാനത്തെ മാസമാണ്. മുഹറം മാസം അടുത്ത വർഷത്തെ ഒന്നാമത്തെ മാസവുമാണ്. 1445 കഴിഞ്ഞ് 1446 ഇൻഷാ അല്ലാഹ് നാം അടുത്ത ദിവസങ്ങളിൽ പ്രവേശിക്കാൻ പോകുന്നത്. മുഹറവുമായി ബന്ധപ്പെട്ട് 2 വശങ്ങൾ നാം അറിയേണ്ടതുണ്ട്. ഒന്ന്, മുഹറമിന് അല്ലാഹു നിശ്ചയിച്ച പ്രവാചകൻ പഠിപ്പിച്ച പവിത്രതകൾ. 2, മുഹറവുമായി ബന്ധപ്പെട്ട് സമൂഹത്തിലുള്ള വ്യത്യസ്തമായ അന്ധവിശ്വാസങ്ങൾ. രണ്ടും തിരിച്ചറിഞ്ഞിട്ട് വേണം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ. ഷഹ്റുല്ലാഹ് എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹറമിനെ പരിചയപ്പെടുത്തി. അല്ലാഹുവിന്റെ മാസം എന്നാണ് മുഹറമിന് ഹദീസിൽ പ്രയോഗിച്ച പ്രയോഗം. അത് തന്നെ അതിന്റെ പവിത്രതയെ അറിയിക്കുന്നുണ്ട്. മറ്റൊരു മാസത്തെക്കുറിച്ചും അള്ളാന്റെ മാസം എന്ന് പറഞ്ഞിട്ടില്ല. റബ്ബിന്റെ മാസമെന്ന്, അള്ളാഹുവിന്റെ മാസമെന്ന് ഹദീസിൽ വന്നത് ഷഹ്റുല്ലാഹിൽ മുഹറം എന്നാണ്. നബി തങ്ങൾ പറഞ്ഞു, അഫ്ളലുസ് സിയാമി ബഅദ റമളാൻ ഷഹ്റുല്ലാഹിൽ മുഹറം വ അഫ്ളലുസ് സ്വലാത്തി ബഅദൽ ഫരീദ സ്വലാത്തുൽ ലൈൽ. റമദാൻ മാസം കഴിഞ്ഞാൽ പിന്നെ നോമ്പ് ഏറ്റവും ശ്രേഷ്ഠമായ മാസം അള്ളാഹുവിന്റെ മാസമായ മുഹറം മാസമാണ്. ഫർള് നമസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം സ്വലാത്തുൽ ലൈൽ, രാത്രി നമസ്കാരവുമാണ് എന്ന് നബി തങ്ങൾ പറഞ്ഞത് ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ കഴിയുന്നു. അവിടെ അള്ളാന്റെ മാസം എന്നാണ് നബി തങ്ങൾ ആ മാസത്തെ കുറിച്ച് പരിചയപ്പെടുത്തിയത്. അതിന്റെ മഹത്വമാണ് അറിയിക്കുന്നത്. അതോടൊപ്പം 4 മാസം പവിത്രമാണെന്ന് ഖുർആൻ പറഞ്ഞു. മിൻഹാ അർബഅത്തുൻ ഹുറും, 4 മാസം ഹുറുമായ പവിത്രമായ മാസങ്ങളാണ്. അതിൽപ്പെട്ട മാസമാണ് മുഹറം മാസം. വിശുദ്ധ ഖുർആൻ കൊണ്ട് തന്നെ പവിത്രമെന്ന് പരിചയപ്പെടുത്തിയ മാസമാണ് മുഹറം മാസം. ആ നിലക്ക് പ്രത്യേകമായും ശ്രദ്ധിക്കേണ്ടുന്ന, അക്രമങ്ങൾ പാടില്ലാത്ത, യുദ്ധങ്ങൾ പാടില്ലാത്ത, പരസ്പരമുള്ള ദുൽമുകൾ പാടില്ലാത്ത മാസമായി കൊണ്ടാണ് പവിത്ര മാസങ്ങളെ വിശുദ്ധ ഖുർആൻ തന്നെ എടുത്തു പറഞ്ഞത്. ജാഹിലിയ്യ കാലത്ത് പോലും ഈ 4 മാസം യുദ്ധം നടക്കാറില്ല. അവർ സാധാരണ സ്ഥിരമായി യുദ്ധം ചെയ്യുന്നവരാണ്. പക്ഷേ ദുൽഖഅദ വന്നാൽ, ദുൽഹിജ്ജയായാൽ, മുഹറം വന്നാലൊക്കെ അവരുടെ ആയുധങ്ങൾ പോലും മാറ്റിവെക്കുമെന്നാണ്. കയ്യിൽ ആയുധം ഉണ്ടായാൽ ഒന്ന് ഏറ്റെടുത്ത് അവർക്ക് ആഗ്രഹം തോന്നിപ്പോകുമോ, അതുകൊണ്ട് ആയുധങ്ങൾ പോലും എടുത്തുവെക്കും. ഇനി മുഹറം മാസം കഴിയട്ടെ എന്നിട്ട് കാണാമെന്ന് പറഞ്ഞ് പരസ്പരം പ്രതികാരം തീർക്കാനുള്ള ആളുകൾ പോലും കണ്ടുമുട്ടിയാലും ആ പ്രതികാരം തീർക്കാറില്ല. ഇത് യുദ്ധം ഹറാമായ മാസമാണ്, പവിത്ര മാസമാണ്. അതുകൊണ്ട് തൽക്കാലം എന്നെ വെറുതെ വിടുന്നു, മുഹറം കഴിഞ്ഞിട്ട് കാണാമെന്ന് പറഞ്ഞ് അവര് പോലും ആ പവിത്രതയെ നിലനിർത്തിപ്പോരാറുണ്ട്. അനിവാര്യമായ ഘട്ടത്തിൽ ഏറ്റുമുട്ടേണ്ടി വരുമ്പോൾ അവർ ചെയ്യുന്ന പണിയാണ് ആ മാസത്തിന്റെ പേരുമാറ്റും. ഇപ്രാവശ്യം ദുൽഹിജ്ജ കഴിഞ്ഞാൽ മുഹറമല്ല, സഫറാണ് തീരുമാനിക്കും. എന്നിട്ട് സഫർ യുദ്ധം ചെയ്യും. അടുത്ത സഫറിന്റെ സമയം വരുമ്പോ മുഹറം എന്ന് പേരിടും. ഇതിനു പകരം അന്ന് യുദ്ധം വേണ്ടെന്ന് വെക്കും. എന്ന് അല്ലാഹു തആല എടുത്തു പറഞ്ഞു. അത് കുഫറിന്റെ വർധനവാണ് എന്നാണ് വിശുദ്ധ ഖുർആനിൽ അതേക്കുറിച്ച് പരിചയപ്പെടുത്തിയത്. നബി തങ്ങളുടെ ഹിജ്റയുമായി ബന്ധപ്പെട്ട തുടക്കം മുഹറം മാസത്തിലായിരുന്നു. ഹിജ്റക്കുള്ള പ്ലാനുകൾ സ്വഹാബിമാർ പലരും ഹിജ്റ പോയത് എല്ലാം മുഹറമിലാണ്. നബി തങ്ങൾക്ക് അതിന്റെ ഒരുക്കങ്ങൾ തുടങ്ങിയത് മുഹറമിലാണ്. പുറപ്പെട്ടത് റബീഉൽ അവ്വലിലാണെങ്കിലും ഹിജ്റയുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളെല്ലാം നബി തങ്ങൾ ആരംഭിച്ചത് മുഹറം മാസത്തിലാണ് എന്ന് കാണാൻ കഴിയും. മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിന്റെ അനുയായികളും ഫിർഔനിൽ നിന്ന് രക്ഷപ്പെട്ടത് മുഹറം മാസത്തിലാണ് എന്ന് നബി തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയുന്നുണ്ട്. അല്ലാഹു തആല ഹദാ യൗമുൻ നജ്ജല്ലാഹു ബനി ഇസ്രായീല മിൻ അദുബിഹിം, അല്ലാഹു തആല ഇസ്രായേൽ മക്കളെ ഫിർഔനിൽ നിന്ന് രക്ഷപ്പെടുത്തിയ മാസമാണ് മുഹറം മാസമെന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ പരാമർശമുണ്ട്. ആ നിലയ്ക്കുള്ള മഹത്വങ്ങൾ മുഹറം മാസത്തിനുണ്ട്. അതിൽ തന്നെ 9 ഉം 10 പ്രത്യേകമായി നോമ്പ് നോക്കാൻ പഠിപ്പിക്കപ്പെട്ട ആശൂറ ദിനങ്ങളാണ് മുഹറം 9 ഉം 10 ഉം എന്നത്. ആ മഹത്വങ്ങളെ നാം മനസ്സിലാക്കുക. അതേസമയം നമ്മുടെ നാടുകളിൽ മുഹറവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി അന്ധവിശ്വാസങ്ങൾ,
മുഹറം 1 മുതൽ 10 വരെ നഹ്സായി കാണുന്നവർ, 10 പ്രത്യേകമായി നഹ്സായി കാണുന്നവർ, നല്ല കാര്യങ്ങൾക്കൊന്നും പറ്റാത്തതായി വിവാഹങ്ങൾ പാടില്ല, പുതിയ കച്ചവടങ്ങൾ പാടില്ല, പ്രധാന യാത്രകൾ പാടില്ല, അതേപോലെ പുതിയ വീട് താമസമാക്കാൻ പാടില്ല, നഹ്സാണ്, ദുസ്സഗുണമാണെന്ന് പറഞ്ഞ് ആ മാസങ്ങളെ, ആ ദിവസങ്ങളെ മാറ്റിവെക്കുന്ന രീതികൾ സമൂഹത്തിലുണ്ട്. യഥാർത്ഥത്തിൽ ജൂതന്മാരിൽ നിന്നാണ് ഇതിന്റെ ആരംഭം, ഷിയാക്കളിൽ നിന്നാണ് പിന്നീട് അതിന്റെ തുടർച്ചയുണ്ടായത്. മുഹറം 10-നാണ് കർബലയിൽ വെച്ച് ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുമാ കൊല്ലപ്പെടുന്നത്. ഷിയാക്കൾ ആ ദിവസത്തെ ശകുനപ്പിഴയായി കണക്കാക്കുന്നു. അദ്ദേഹത്തിന്റെ രക്തം ഭൂമിയിലേക്ക് കുത്തിയ ദിവസമായതുകൊണ്ട് അന്ന് മൊത്തം ശകുനപ്പിഴയാണ് എന്നും ലോകാവസാനം വരെ മുഹറം 10 എന്നത് നഹ്സായി ശകുനപ്പിഴയുള്ള ദിവസമായി ഷിയാക്കൾ പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിൽ നിന്നാണ് സൂഫികൾ, ത്വരീഖത്തുകാർ അത് ഏറ്റെടുത്തു. നമ്മുടെ നാട്ടിൽ ചില ആളുകൾ പിന്നെ അതിന് പ്രചാരകരായി മാറുകയും ചെയ്തു എന്നതാണ്. ഇസ്ലാമിൽ നഹ്സ് എന്ന ഒരു രീതി ഇല്ല. ഒരു ദിവസം പ്രത്യേകമായി ശകുനപ്പിഴയായി കണക്കാക്കുന്ന, ഒരു സ്ഥലം പ്രത്യേകമായി ശകുനപ്പിഴയായി കണക്കാക്കുന്ന, ഒരു വ്യക്തിയെ ശകുനപ്പിഴയുടെ അടയാളമായി കണക്കാക്കുന്ന രീതി പ്രവാചകന്മാരുടെ ശത്രുക്കൾ എല്ലാ കാലത്തും സ്വീകരിച്ച വഴിയാണ്. പറഞ്ഞുവല്ലോ, ഒരു നാട്ടുകാരെ കുറിച്ച് 2 പ്രവാചകന്മാരെ പറഞ്ഞയച്ചു, ഒരു കളവാക്കി, മൂന്നാമതൊരാളെയും അയച്ചുകൊണ്ട് ആ 2 പേരെ ശക്തിപ്പെടുത്തി. 3 പ്രവാചകന്മാർ വന്നു, അല്ലെങ്കിൽ 3 ദൂതന്മാർ വന്ന് തൗഹീദ് പഠിപ്പിച്ചൊരു നാട്. ആ നാട്ടുകാർ ആ പ്രവാചകന്മാർ പറഞ്ഞ വാക്കുണ്ട്, ഖാലു ഇന്നാ തതയ്യർനാ ബികും, നിങ്ങൾ ഈ നാടിൽ ഒരു ശകുനപ്പിഴയാണ് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. നിങ്ങൾ വന്നതോടുകൂടി നാട്ടിന്റെ എല്ലാ ഐശ്വര്യവും ഇല്ലാതായി, എല്ലാ ബറക്കത്തും ഇല്ലാതായി. നിങ്ങൾ നാടിന് തന്നെ ദോഷമാണ്, നിങ്ങൾ നാടിന് ശകുനപ്പിഴയാണ്, ദുസ്സകുനമാണ് എന്ന് പ്രവാചകന്മാരുടെ എതിരാളികളായ മുസ്ലിക്കീങ്ങൾ, ബഹുദൈവ വിശ്വാസികളാണ് അന്നെടുത്തു പറഞ്ഞത്. സമാനമായ പ്രയോഗങ്ങൾ ഖുർആനിൽ പല പ്രവാചകന്മാരെ കുറിച്ചും എതിരാളികൾ പറഞ്ഞത് കാണാൻ കഴിയും. അവിടെ കൊടുത്ത മറുപടിയോ, ഖാലു ത്വാഇറുക്കും മഅകും അയിൻ ദുക്കിർതും, ഖാലു ത്വാഇറുക്കും മഅകും, നിങ്ങളുടെ ശകുനങ്ങൾ നിങ്ങളെ കൂടെ തന്നെയാണ് എന്നാണ്. ഞങ്ങൾ വന്നതുകൊണ്ട് ഒരു ശകുനപ്പിഴ ഇല്ല, നിങ്ങളുടെ ചെയ്തികൾ തന്നെയാണ് നിങ്ങൾക്ക് ദോഷമായി മാറുന്നത് എന്നർത്ഥം. ജാഹിലിയ്യ കാലത്തുണ്ടായിരുന്നു ചില പക്ഷികളെ ശകുനപ്പിഴയായി കണക്കാക്കുന്ന സമ്പ്രദായം, ചില ദിവസങ്ങളെ ശകുനപ്പിഴയായി കണക്കാക്കുന്ന സമ്പ്രദായം അക്കാലത്തുണ്ടായിരുന്നു. ചില പ്രത്യേകമായ പക്ഷികളെ വെച്ചുകൊണ്ട് അവർ കാര്യങ്ങളിൽ ഗുണദോഷങ്ങളെ നിശ്ചയിക്കുമായിരുന്നു. യാത്ര പോകാൻ തീരുമാനിച്ചാൽ ആ പക്ഷിയെ തെരഞ്ഞുപിടിച്ച്, ആ പക്ഷി എങ്ങോട്ടാ പറക്കുന്നത്, അത് പടിഞ്ഞാറോട്ടാണെങ്കിൽ ആ യാത്ര ഹൈറായി തീരും, അത് കിഴക്കോട്ടാണെങ്കിൽ ആ യാത്ര മോശമാണ്, ദോഷമാണ്, അത് ഹൈറാവില്ല എന്ന് അവർ തീരുമാനിക്കും. എന്നിട്ട് ആ പക്ഷി എങ്ങോട്ട് പോകുന്നു കാത്തു നിൽക്കുകയും, ആ പക്ഷി പടിഞ്ഞാറോട്ട് പോയാൽ യാത്ര തുടരുകയും അല്ലെങ്കിൽ ആ യാത്ര വേണ്ടെന്ന് വെക്കുകയും ചെയ്യുന്ന രീതി ജാഹിലിയ്യ കാലത്തുണ്ടായിരുന്നു. ചില പക്ഷികൾ മരണത്തിന്റെ അടയാളമായി അവർ കണക്കാക്കി പോന്നിരുന്നു. ചില മൃഗങ്ങളെ ദുസ്സകുനമായി അവർ കണക്കാക്കുമായിരുന്നു. ചില കാഴ്ചകളെ ദുസ്സകുനമായി അവർ കണക്കാക്കുമായിരുന്നു. ഇസ്ലാമിൽ അതൊന്നുമില്ല. പ്രത്യേകമായ കാഴ്ചകളോ പ്രത്യേകമായ സമയങ്ങളോ പ്രത്യേകമായ എന്തെങ്കിലും സാഹചര്യങ്ങളോ അങ്ങനെ ശകുനപ്പിഴയായും ഇസ്ലാം പരിചയപ്പെടുത്തിയിട്ടില്ല. ഇന്നുമുണ്ട് സമൂഹത്തിൽ അത്തരം വിശ്വാസങ്ങളൊക്കെ. മുഹറം 1 കടന്നാൽ 10 വരെ നഹ്സാണെന്ന് വിചാരിച്ച് ആ 10 ദിവസം വിവാഹങ്ങൾ പോലും വേണ്ടെന്ന് വെക്കുന്നു. ഓഡിറ്റോറിയങ്ങൾ ഒഴിവാണ്, ഈ ദിവസം ആരും ബുക്ക് ചെയ്യുന്നില്ല, കാരണം നഹ്സാണ്, അത് വിവാഹം പാടില്ല. അന്നെങ്ങനെ വിവാഹം കഴിച്ചാൽ ആ വിവാഹത്തിന് ബറക്കത്തുണ്ടാവില്ല എന്നാണ് ആളുകളുടെ ധാരണ. പുതിയ വീട് താമസമാക്കുന്നില്ല, അത് നഹ്സാണത്രേ, ശകുനക്കേടാണത്രേ. അതുകൊണ്ട് നല്ല കാര്യങ്ങളൊക്കെ മാറ്റിവെക്കുന്നു. മുഹറം 1 മുതൽ 10 വരെ. അതിനപ്പുറത്തേക്ക് വ്യത്യസ്തമായ അന്ധവിശ്വാസങ്ങൾ സമൂഹത്തിലുണ്ട്. കറുത്ത പൂച്ച കുറുകെ ചാടിയാൽ യാത്ര വേണ്ടെന്ന് വെക്കുന്നവർ, രാവിലെ എണീറ്റ് വരുമ്പോൾ കണ്ട കണി മോശമാണെങ്കിൽ ഇന്നത്തെ ദിവസം ശരിയാവില്ലെന്ന് പറയുന്നവർ, കട തുറന്ന് കച്ചവടം ആരംഭിക്കുമ്പോ ആദ്യം തന്നെ ഒരാൾ കടം വാങ്ങിയാൽ ഇന്ന് ശരിയാവില്ല, ആദ്യം തന്നെ കടമാണ് എന്നാണ് വിചാരിക്കുന്നത്. കടം കൊടുത്ത കൂലിയും കിട്ടും, ആ പണം പിന്നെ കിട്ടുമ്പോൾ ലാഭവും കിട്ടും, ഇരട്ടി ലാഭമാണ് കടമാകുമ്പോൾ. അങ്ങനെ ചിന്തിക്കാൻ വിശ്വാസികൾക്ക് പലപ്പോഴും ഇന്ന് സാധിക്കുന്നില്ല. അതേപോലെ പ്രഭാതത്തിലെ പല കാഴ്ചകളെയും അത് മോശമായി കണക്കാക്കുന്നു. ആ കാഴ്ച കണ്ടാൽ ഇന്ന് ശരിയാവില്ല എന്ന് തീരുമാനിക്കുന്ന രീതികൾ സമൂഹത്തിൽ ഇന്ന് വ്യാപകമാണ്. ചില വ്യക്തികളെ കാണുമ്പോൾ, ചില കാഴ്ചകൾ കാണുമ്പോൾ ഇന്ന് അയാളെയാണ് കണി കണ്ടത്. പലപ്പോഴും ഒരു ദിവസം കുറിച്ച് മോശമായ ചോദിക്കും, ഇന്ന് ആരെ കണി കണ്ടത്? ഇന്നാളെയാണ്.
നമ്മുടെ നാട്ടിലെ ഹൈന്ദവ സുഹൃത്തുക്കളിൽ നിന്ന് കടന്നു വന്ന വിശ്വാസത്തിന്റെ ഒരു സ്വാധീനം അതിലുണ്ട്. യഥാർത്ഥത്തിൽ യഹൂദികൾക്കാണ് ഈ വിശ്വാസം ഉണ്ടായിരുന്നത്. ദിവസങ്ങൾക്ക് ശകുനപ്പിഴ കണക്കാക്കുന്ന, ചില സ്ഥലങ്ങൾക്ക് ശകുനപ്പിഴ കണക്കാക്കുന്ന, ചില കാഴ്ചകൾക്ക് ശകുനപ്പിഴ കണക്കാക്കുന്ന രീതികൾ യഹൂദികളുടെ രീതിയാണ്. നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ കാലത്തെ പഴിക്കാൻ പാടില്ല, കാലത്തെ ചീത്ത പറയാൻ പാടില്ല. പടച്ചറപ്പാണ് കാലത്തെ നിയന്ത്രിക്കുന്നവൻ. എല്ലാ ദിവസവും അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്, എല്ലാ സമയവും അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്, എല്ലാ സ്ഥലവും അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. അതുകൊണ്ട് നിങ്ങൾ കാലത്തെ പഴിക്കാൻ പാടില്ല. ദുഷിച്ച കാലം, കെട്ടകാലം പടയാൻ പാടില്ല എന്നാണ്. കാലത്തെ നിങ്ങൾ പഴിക്കാൻ പാടില്ല, ചീത്ത പറയാൻ പാടില്ല. അത് പടച്ചറപ്പാണ് തീരുമാനിക്കുന്നത്, അവനാണ് നിയന്ത്രിക്കുന്നത് എന്ന് അല്ലാഹു തആല എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിശ്വാസികൾക്ക് ആ നിലക്കുള്ള ഒന്നുമില്ല. ഒന്നിലും അത്തരം ചില ശകുനപ്പിഴകളില്ല. അത് ജൂതന്റെ സംസ്കാരമാണ്, അത് മുശ്രിക്കിന്റെ സംസ്കാരമാണ്, അത് അവരിൽ നിന്ന് പിന്നീട് ശിയാക്കളെ ഏറ്റെടുത്തതാണ്. നമ്മുടെ നാട്ടിൽ ഹൈന്ദവ വിശ്വാസമാണ്. എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ കണി കാണാൻ വേണ്ടി ഗോമാതാവിനെ ഒരുക്കി നിർത്തുന്ന കാലിത്തൊഴുത്ത് വീടിന്റെ ഉമ്മറത്ത് കൊണ്ടുവന്ന് സ്ഥാപിച്ചത് ആ കണി കാണാൻ വേണ്ടിയായിരുന്നു, നല്ല കാഴ്ചയ്ക്ക് വേണ്ടിയായിരുന്നു. അത് അവരുടെ വിശ്വാസമാണ്. അവർക്കത് വിശ്വസിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ഇസ്ലാമിൽ അത്തരം വിശ്വാസത്തിന് യാതൊരു സ്ഥാനവുമില്ല. നമ്മെ സംബന്ധിച്ച് എല്ലാ ദിവസവും നല്ലതാണ്, എല്ലാ മാസവും നല്ലതാണ്, എല്ലാ സമയവും നല്ലതാണ്. ചില ദിവസങ്ങൾക്ക് പ്രത്യേകം മെച്ചമുണ്ടാകും, ചില സമയങ്ങൾക്ക് പ്രത്യേകം നേട്ടമുണ്ടാകും. വെള്ളിയാഴ്ച പ്രത്യേകം ഹൈറായ ദിവസമാണ്, തിങ്കളും വ്യാഴവും പ്രത്യേകം ഹൈറായ ദിവസമാണ്, പ്രഭാത സമയം പ്രത്യേക ബറക്കത്തുള്ള സമയമാണ്. അതിനർത്ഥം പ്രഭാതം കഴിഞ്ഞാൽ പിന്നെ മോശമാണ് എന്നല്ല. നബി തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹാ, എന്റെ ഉമ്മത്തിന് പ്രഭാത സമയത്ത് നീ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ് എന്ന് നബി തങ്ങൾ ദുആ ചെയ്തു. അത് രാവിലെ ബറക്കത്തുള്ള സമയമാണ്. കടന്നുറങ്ങി കളയേണ്ടതല്ല. കാര്യങ്ങൾ ചെയ്യാൻ, യാത്രക്കിറങ്ങാൻ, ഏത് കാര്യത്തിലേക്കും ഇറങ്ങാൻ ഏറ്റവും ബറക്കത്തുള്ള സമയം പ്രഭാത സമയമാണ്. അല്ലാതെ അത് കഴിഞ്ഞാൽ ഒരു സമയങ്ങളൊക്കെ മോശമാണ് എന്നല്ല. വെള്ളിയാഴ്ച നല്ല ദിവസമാണ്, അതിനർത്ഥം ശനിയാഴ്ച മോശമാണ് എന്നല്ല. എല്ലാം നല്ലതാണ്. വെള്ളിയാഴ്ച പ്രത്യേകം നല്ലതാണ്, വ്യാഴാഴ്ച പ്രത്യേകം നല്ലതാണ്, തിങ്കളാഴ്ച പ്രത്യേകം നല്ലതാണ് എന്നല്ലാതെ ഇന്ന സമയം മോശമാണ് എന്നില്ല. നമ്മുടെ നാടുകളിൽ അങ്ങനെയാണ് പഠിപ്പിക്കപ്പെട്ടത്. പല സ്ഥാപനങ്ങളിലും കലണ്ടറുകളിൽ എല്ലാ പേജിലും നഹ്സ് ദിവസങ്ങളെ രേഖപ്പെടുത്തി കാണാൻ കഴിയും. അവസാനത്തെ ബുധൻ സ്ഥിരമായ നഹ്സാണ് എന്നാണ് പ്രായമുള്ളവർ പറയും. ഒടുക്കത്തെ ബുധനാഴ്ച അന്നൊന്നും പറ്റില്ല എന്നാണ് ആരോ പറഞ്ഞു പഠിപ്പിച്ച തെറ്റായ ധാരണയാണ്. ചൊവ്വാഴ്ച ഏറ്റവും മോശപ്പെട്ട ദിവസമാണ് എന്നാണ് നമ്മുടെ നാട്ടിൽ മലയാളത്തിലും അറബിയിലുമൊക്കെ എഴുതി പഠിപ്പിച്ചു വെച്ചത്. ചൊവ്വാഴ്ച മോശമാണ്, രക്തം പൊട്ടിയാൽ നിൽക്കുകയില്ല എന്നാണ് ചൊവ്വാഴ്ചയുടെ ദോഷമായി ഒരു ഉസ്താദ് പ്രസംഗിച്ചത്. ചൊവ്വാഴ്ച രക്തം പൊട്ടിയാൽ നിൽക്കില്ലത്രേ. അതുകൊണ്ടാണ് ബാബർ ഷാപ്പ് പോലും ചൊവ്വാഴ്ച ലീവാക്കിയത് എന്ന് അയാളെ പ്രസംഗത്തിൽ അദ്ദേഹം ആഡ് ചെയ്ത് പറയുന്നത് കേൾക്കുന്നുണ്ട്. സഹോദരങ്ങളെ, അതൊക്കെ വലിയ അന്ധവിശ്വാസമാണ്. അങ്ങനെയൊന്നുമില്ല. എല്ലാ മാസവും 13-ന് അങ്ങേയറ്റം ശർറായ ദിവസമാണ് എന്നാണ് എഴുതി പഠിപ്പിച്ചിരിക്കുന്നത്. അതേപോലെ എല്ലാ മാസവും 8, എല്ലാ മാസവും 10 ശകുനപ്പിഴയാണ്, നഹ്സാണത്രേ. അതുകൊണ്ട് ആ ദിവസങ്ങളിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പാടില്ല. നല്ല നല്ല കാര്യങ്ങൾക്കൊന്നും അത് പറ്റിയതല്ല എന്നാണ് നമ്മുടെ നാട്ടിലെ മറ്റു പല സമുദായങ്ങൾ നടത്തുന്ന പത്രങ്ങളിൽ പോലും കാണാം വാരഫലങ്ങൾ എന്ന് പറയുന്ന പേരിൽ. മാതൃഭൂമി, മനോരമ പോലുള്ള പത്രങ്ങളൊക്കെ വാരഫലം കാണാം. ഈ ആഴ്ചയിൽ ഏതൊക്കെ ദിവസം, ഏതൊക്കെ സമയം, എന്തിനെല്ലാം പറ്റുമെന്നാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ആ വിശ്വാസം എങ്ങനെയാണ് ഇസ്ലാമിൽ ഉണ്ടാവുക? അതില്ല. നാം ഒരു വഴിക്കിറങ്ങുമ്പോ ബിസ്മില്ലാ തവക്കൽതു അല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, അതിലാണ് എല്ലാം മടങ്ങുന്നത്. ബിസ്മില്ലാ, അല്ലാഹുവിന്റെ നാമത്തിൽ. തവക്കൽതു അല്ലാഹ്, എല്ലാം പടച്ചവനെ ഏൽപ്പിച്ചിരിക്കുന്നു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, അല്ലാഹുവിനെ കൊണ്ടല്ലാതെ യാതൊരു കഴിവുമില്ല, ഒരു ശക്തിയുമില്ല. ആ റബ്ബിൽ തവക്കുലാക്കിയാണ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. വാഹനം കയറിയാൽ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. നമുക്കിത് കീഴ്പ്പെടുത്തി തന്ന അല്ലാഹു തആലക്കാണ്. അവൻ എത്ര പരിശുദ്ധനാണ്. ഒരിക്കൽ നമുക്കിത് കീഴ്പ്പെടുത്താൻ സാധിക്കുമായിരുന്നില്ല. ആ റബ്ബിലേക്ക് തന്നെ മടങ്ങേണ്ടവരാണ് നമ്മൾ. ഒരു യാത്രക്കിറങ്ങുകയാണെങ്കിൽ പ്രാർത്ഥിക്കുന്നു, അല്ലാഹുവിനോട് എല്ലാ കാവലും തേടുന്നു, എല്ലാ ഖൈറിനെയും ചോദിക്കുന്നു. അല്ലാഹുവേ, നീയാണ് അൻത സ്വാഹിബു ഫി സഫർ വൽ ഖലീഫത്തു ഫിൽ അഹ്ൽ. റബ്ബേ, നീയാണ് ഈ യാത്രയിൽ എനിക്ക് കൂട്ടായിട്ടുള്ളത്. നീയാണ് എന്റെ കുടുംബത്തിലെ കാര്യങ്ങൾ ഞാൻ ഏൽപ്പിക്കുന്ന റബ്ബേ, നിന്നെയാണ്. എല്ലാ മ്ലേച്ഛമായ കാഴ്ചയിൽ നിന്ന്, മിൻ വഅസാഇ സഫർ വകആബത്തിൽ മൻളർ വസൂഇൽ മുൻഖലബ്, മോശപ്പെട്ട
എല്ലാ കാഴ്ചയിൽ നിന്നും യാത്രാ ക്ലേശങ്ങളിൽ നിന്നും റബ്ബേ എന്നോട് കാവല് തേടിക്കൊണ്ടാണ് ഞാൻ ഇറങ്ങുന്നത്. ഇങ്ങനെ ജീവിതത്തിലെ ഓരോ രംഗത്തും റബ്ബിൽ തവക്കുലാക്കി റബ്ബിനോട് പ്രാർത്ഥിച്ച് അവനെല്ലാം ഏൽപ്പിച്ച് ഇറങ്ങുന്ന വിശ്വാസിക്ക് പിന്നെ എന്ത് നഹ്സാണുള്ളത്? പിന്നെ എന്താണ് ഒരു പൂച്ചയുടെ പേരിൽ, ഒരു ജീവിയുടെ പേരിൽ അവന് പ്രത്യേകിച്ച് ശകുനപ്പിഴ കണക്കാക്കാനുള്ള? ഇല്ല സഹോദരങ്ങളെ, അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് ഉണ്ടെന്ന് പഠിപ്പിക്കപ്പെട്ടതിനെ ആ നിലക്ക് അംഗീകരിക്കുക. അന്ധവിശ്വാസങ്ങളെ അന്ധവിശ്വാസങ്ങളായി തന്നെ തിരിച്ചറിയുക. റബ്ബിൽ തവക്കുലാക്കുക. അല്ലാഹുവിനെല്ലാം ഏൽപ്പിക്കുന്ന വിശ്വാസിയെ സംബന്ധിച്ച് പിന്നെ മറ്റൊന്നിനെയും ഭയപ്പെടാനില്ല. ആരെങ്കിലും അല്ലാഹുവിൽ തവക്കുലാക്കുന്നുവെങ്കിൽ അവൻ മതി അവന് എന്നാണ്. പടച്ച റബ്ബിൽ തവക്കുലാക്കി തവക്കൽ തഅല്ലാ എന്ന് സ്റ്റിക്കർ എഴുതി ഒട്ടിച്ചാൽ പോരാ, കേവലം നാവ് കൊണ്ട് പറഞ്ഞാൽ പോരാ. അത് മനസ്സിൽ ആത്മാർത്ഥമായി ഉറപ്പിച്ചു പറയാൻ എനിക്ക് എന്റെ റബ്ബ് മതി, ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹ് മതി എന്ന് മനസ്സറിഞ്ഞ് ബോധ്യത്തോടു കൂടി പ്രഖ്യാപിക്കാൻ സാധിക്കണം. അതാണ് ശരിയായ വിശ്വാസം, അതാണ് ഈമാൻ. ആ നിലയ്ക്കുള്ള ഈമാന്റെ ഉടമകളായി ജീവിക്കാനും ആ നിലയ്ക്ക് ഈമാനോടെ മരിക്കാനും നാം പരിശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സഹോദരങ്ങളെ സഹോദരിമാരെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണേ എന്ന് പ്രത്യേകമായി ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. മുസ്ലിം സമുദായത്തിൽ ഒട്ടുമിക്ക അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പ്രചരിപ്പിച്ചത് യഥാർത്ഥത്തിൽ ഷിയാക്കളാണ്. സഹാബിമാരെ പോലും മോശമായി ചിത്രീകരിച്ചവരാണ് അവർ. സഹാബത്തിൽ 4-5 സഹാബിമാർ ഒഴിച്ച് ബാക്കി എല്ലാവരും ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്നാണ് ഷിയാക്കളുടെ വിശ്വാസം. പ്രവാചകർക്ക് ശേഷം ഖലീഫയാകേണ്ടത് അബൂബക്കർ സിദ്ദീഖ് ആയിരുന്നില്ല എന്നും അലി ഇബ്നു അബീ ത്വാലിബാണ് ഒന്നാം ഖലീഫ ആകേണ്ടിയിരുന്നത് എന്നും അത് അവർ ചില കുതന്ത്രങ്ങൾ മെനഞ്ഞുണ്ടാക്കി അബൂബക്കർ സിദ്ദീഖിനെ അവര് സൂത്രത്തില് തെരഞ്ഞെടുത്താണ് എന്നും വരെ വിശ്വസിക്കുന്നവരാണ് ഷിയാക്കൾ. അവരിൽ ഒരു ഭാഗം ആളുകൾ അലിയാണ് നബിയാകേണ്ടത് എന്നും വിശ്വസിക്കുന്നവരുണ്ട്. മുഹമ്മദ് നബിക്ക് അല്ല അല്ലാഹു തആല വഹയ് കൊടുത്തയച്ചത്, അലിക്കാണ് അബ്ബ ആദ്യമായി വഹയ് അയച്ചത്. പക്ഷേ നബിയും അലിയും എളാപ്പമുത്താപ്പ മക്കളാണല്ലോ, ഒരേ മുഖച്ഛായാണ് രണ്ടുപേർക്കും. ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ആളുമാറി ഒന്നാമത്തെ വഹയ് അലിക്ക് നൽകിപ്പോയി. ഇനി ഏതായിരുന്നാലും കൊടുത്തല്ലോ നിനക്ക്, ബാക്കി പിന്നെ അവിടെ തന്നെ നൽകിയതാണ്, അതല്ലെങ്കിൽ അലിയാണ് നബിയാകേണ്ടത് എന്ന് വിശ്വസിക്കുന്നവർ ഷിയാക്കൾ ഉണ്ട്. ഒരു പടി കൂടി കടന്നുകൊണ്ട് അലിയിൽ ദൈവികമായ അംശമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരിലുണ്ട്, ഇലാഹിയായ അംശമുണ്ട്, ഇലാഹിന്റെ ഒരു ആൾ രൂപമാണ് അലി എന്ന് വിശ്വസിക്കുന്നവർ ഷിയാക്കളിലുണ്ട്. അലി ഇപ്പോഴും മരിച്ചിട്ടില്ല എന്നും ആകാശലോകത്ത് ജീവിച്ചിരിപ്പുണ്ട് എന്നും ഇനി അവസാനം മഹദിയായി ഇറങ്ങി വരിക അലി ഇബ്നു അബീ ത്വാലിബാണ് എന്ന് വിശ്വസിക്കുന്നവരും അവരുടെ കൂട്ടത്തിലുണ്ട്. എവിടുന്ന് വിളിച്ചാലും കേൾക്കുന്നവരായി, എല്ലാം അറിയുന്നവരായി, എല്ലാം നിയന്ത്രിക്കുന്നവരായി അവർ അലിയെയാണ് കണക്കാക്കുന്നത്. അല്ലാഹു തആല ലോകം സൃഷ്ടിച്ചിട്ട് പിന്നീട് അല്ലാഹു തആല ആദ്യം നബിപ്രകാശം പടക്കുകയും ആ നബിപ്രകാശത്തിൽ നിന്ന് ബാക്കിയെല്ലാം പടക്കുകയും ചെയ്തു എന്ന കഥ ഷിയാക്കളുടെ സൃഷ്ടിയാണ്. ആ നബി സ്വല്ലല്ലാഹു തങ്ങളോട് അല്ലാഹു തആല അലിയെ പടക്കാൻ പറഞ്ഞുവെന്നും അങ്ങനെ അലിയെ പടച്ചുവെന്നും അലിയോട് അല്ലാഹു തആല ലോകം പടക്കാൻ പറഞ്ഞുവെന്നും അലി ലോകം പടച്ചുവെന്നും അതുകൊണ്ട് മുദബ്ബിറു സാനി രണ്ടാമത്തെ മുദബ്ബിർ അലിയാണ് എന്ന വിശ്വാസം ഷിയാക്കളുടെ വിശ്വാസമാണ്. ഒന്നാമത്തെ മുദബ്ബിർ അല്ലാഹയാണ്, രണ്ടാമത്തെ മുദബ്ബിർ അലിയാണ്. അല്ലാഹു തആല ആകെ പടച്ചത്
നബിപ്രകാശം മാത്രമാണ്. ആ പ്രകാശത്തിൽ നിന്നാണ് അലി പടക്കപ്പെട്ടത്. ആ അലിയാണ് പിന്നെ ലോകം മൊത്തം സൃഷ്ടിച്ചതും നിയന്ത്രിക്കുന്നതും. അതുകൊണ്ട് മുദബ്ബിറുൽ ആലം, ലോകം മൊത്തം നിയന്ത്രിക്കുന്ന രണ്ടാമത്തെ നിയന്താവ് അലി ഇബ്നു അബീ ത്വാലിബാണ് എന്ന വിശ്വാസം ശിയാക്കൾക്കുണ്ട്. ഇന്ന് നമ്മുടെ നാട്ടിൽ മുദബ്ബിറുൽ ആലം ലോകം മൊത്തം നിയന്ത്രിക്കുന്നത് നമ്മുടെ നാട്ടിൽ കോഴിക്കോട്ടുകാരനായ ചില മനുഷ്യന്മാരെ കുറിച്ചാണ് ആ പേര് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്തരം അന്ധവിശ്വാസങ്ങൾക്ക് തുടക്കം ഷിയാക്കളിൽ നിന്നാണ്. ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കുന്ന രീതി ഷിയാക്കളാണ് തുടങ്ങി വെച്ചത്. നബി തങ്ങളുടെ കാലം മുതൽ 300 കൊല്ലക്കാലം ഒരു ഖബറും കെട്ടിയുയർത്തപ്പെട്ടിട്ടില്ല. ഒരു ഖബറും അവിടെ ചെന്ന് ഖബറാനോട് തേടുന്ന കേന്ദ്രമാക്കി മാറ്റിയിട്ടില്ല. ഹിജ്റ 3-ാം നൂറ്റാണ്ടിൽ ഷിയാക്കൾ ഇറാഖിൽ ഹുസൈൻ ഇബ്നു അലിയുടെ പേരിൽ ഒരു ജാറമുണ്ടാക്കി. അതാണ് ഈ ഉമ്മത്തിലെ ഒന്നാമത്തെ ദർഗ. ഉയർത്തപ്പെട്ട ആദ്യത്തെ ഖബറാണ് ഇറാഖിൽ സ്ഥാപിക്കപ്പെട്ട ഹുസൈൻ ഇബ്നു അലിയുടെ പേരിൽ ഹിജ്റ 300-കളിൽ സ്ഥാപിക്കപ്പെട്ട ദർഗയാണ് ആദ്യത്തെ ദർഗ. അതിനു മുമ്പ് സഹാബികളോ താബിഈകളോ കാലഘട്ടങ്ങളിലൊന്നും അങ്ങനെ മുസ്ലിമീങ്ങൾ ഒരു ദർഗയുണ്ടാക്കി അതിന് പിന്നാലെ പോയിട്ടില്ല. പിന്നീട് ആ ദർഗ സംസ്കാരം വ്യാപകമായി വന്നു. പിന്നെ അവിടെ കള്ളക്കഥകൾ എമ്പാടും പ്രചരിപ്പിക്കപ്പെട്ടു. എന്തിനും ഏതിനും അവിടെ ചെന്ന് തേടിയാൽ മതി എന്ന വിശ്വാസം ഷിയാക്കളിൽ നിന്നാണ് ഉണ്ടായത്. ഇലാഹാണെന്ന വിശ്വാസമില്ലാതെ ആരോട് തേടിയാലും അത് ബഹുദൈവാരാധനയല്ല, അത് ശിർക്കല്ല എന്ന വിശ്വാസം ഇവിടെ ഷിയാക്കളുടെ വിശ്വാസമാണ്. അത് സൂഫികൾ ഏറ്റെടുത്തു. നമ്മുടെ നാട്ടിൽ പിന്നീട് ചില ആളുകൾ അതിന് പ്രചാരകരായി മാറി എന്നു മാത്രം. അതേപോലെ ചരമദിനങ്ങൾ, അടിയന്തരങ്ങൾ, ജന്മദിനങ്ങൾ എല്ലാം തുടക്കക്കാർ ഷിയാക്കളാണ്. ഹിജ്റ 600-കളിലാണ് അത്തരം ജന്മദിന ആഘോഷ സമ്പ്രദായങ്ങൾ വ്യാപകമായി ഉടലെടുക്കുന്നത്. അല്ലാതെ മുസ്ലിമീങ്ങൾക്ക് ആദ്യകാലത്ത് ജന്മദിനാഘോഷങ്ങൾ പരിചയമില്ല, ചരമദിനാഘോഷങ്ങൾ പരിചയമില്ല. മരിച്ച ആളുകളെ പേര് അത്ര പ്രത്യേകമായ ദിവസങ്ങൾ ഉണ്ടാക്കി ആ ദിവസങ്ങൾക്ക് പവിത്ര കണക്കാക്കി അത് എന്നും അങ്ങനെ നിലനിർത്തിപ്പോകുന്ന രീതി മുസ്ലിമീങ്ങൾക്ക് ആദ്യകാലത്ത് പരിചയമില്ല. ഇത് ഷിയാക്കളാണ് തുടങ്ങി വെച്ചത്. മാലപ്പാട്ടുകൾ, മൗലീദുകൾ, റാത്തീബുകൾ, ഖുതുബിയത്തുകൾ എല്ലാം ഷിയാ ശക്തികൾ തന്നെയാണ്. അഹ്ലുസുന്നയുടെ രീതിയല്ല. ആദ്യകാലങ്ങളിൽ അതൊന്നും ഉണ്ടായിരുന്നില്ല. ഷിയാക്കളാണ് കപ്പപ്പാട്ടും കുപ്പിപ്പാട്ടും പക്ഷിപ്പാട്ടും തുടങ്ങിയ പാട്ടുകളൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നത്. അതിൽ ചുവട് പിടിച്ചുകൊണ്ടാണ് പിന്നെ ബാക്കിയെല്ലാം ഉണ്ടായത്. അതിന്റെ എല്ലാം ആകത്തുക അലിയും ഫാത്തിമയും ഹസനും ഹുസൈനും അവരെ കുറിച്ചുള്ള കഥകളാണ്. കപ്പപ്പാട്ടിന്റെയും കുപ്പിപ്പാട്ടിന്റെയും പക്ഷിപ്പാട്ടിന്റെയും എല്ലാം ഉള്ളടക്കം എല്ലാം ഷിയാ ശക്തിയാണ്. ആ വഴിയിലാണ് പിന്നെ മറ്റു പല മാലപ്പാട്ടുകളും മൗലിദ് കിതാബുകളും സമൂഹത്തിൽ പ്രചരിച്ചത്. ഇങ്ങനെ തുടങ്ങി ഇന്ന് സമൂഹത്തിൽ എന്തെല്ലാം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമുണ്ടോ അതിന്റെ എല്ലാം അടിവേര് ചെന്നെത്തുന്നത് ഷിയാക്കളിലേക്കാണ്. ഷിയാക്കളാവട്ടെ ജൂതന്മാരാൽ ഉണ്ടാക്കപ്പെട്ട പ്രത്യേക ടാർജറ്റഡായി ഉണ്ടാക്കപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുമാണ്. ജൂതന്മാർ ഇസ്ലാമിനുള്ളിൽ കയറി വന്ന് ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി അവർ തന്നെ രൂപീകരിച്ചുണ്ടാക്കിയ ഒരു വ്യാജ ഭക്തി പ്രസ്ഥാനമായി രംഗത്ത് വന്ന രാഷ്ട്രീയ പാർട്ടിയാണ്, തീവ്രവാദ സംഘമാണ് യഥാർത്ഥ ഷിയാക്കൾ എന്നത്. ആ ഷിയാക്കളിൽ നിന്നാണ് പിന്നെ തസവുഫ് ത്വരീഖത്തുണ്ടാകുന്നത്. അതിൽ നിന്നാണ് നമ്മുടെ നാട്ടിലേക്ക് അതിന്റെ പ്രചാരണം വേഗം കൂടുന്നത്. അതുകൊണ്ട് തന്നെ ആ കൈവഴികളെ നാം മനസ്സിലാക്കുകയും അതല്ല ശരിയായ ദീനെന്ന് തിരിച്ചറിയുകയും അല്ലാഹു റസൂലും പഠിപ്പിച്ചത്, സ്വഹാബിമാർ ജീവിതത്തിൽ പാലിച്ചത്, ആ സ്വഹാബത്തിൽ നിന്ന് താബിഈങ്ങൾ പഠിച്ചത് അതാണ് ശരിയായ ദീന്. അതല്ലാതെ പിൽക്കാലത്ത് കൂട്ടിച്ചേർക്കപ്പെട്ട അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അതും ദീനുമായി ബന്ധമുള്ളതല്ല. ആ നിലയ്ക്ക് നാം ദീനിനെ മനസ്സിലാക്കുക. ചരിത്രത്തിൽ ഒട്ടനവധി കള്ളക്കഥകൾ ഷിയാക്കൾ കിട്ടിയുണ്ടാക്കിയിട്ടുണ്ട്. പല സ്വഹാബിമാരെ കുറിച്ച് മോശമായ കഥകൾ എമ്പാടും ഉണ്ടാക്കിയിട്ടുണ്ട്. ഹിജ്റ 3-4 നൂറ്റാണ്ടുകളിൽ പല രാജാക്കന്മാരും ശമ്പളം കൊടുത്ത് ആളെ നിർത്തിയിട്ട് കള്ള ചരിത്രം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒരുപാട് ചരിത്ര ഗ്രന്ഥങ്ങൾ അന്ന് രചിക്കപ്പെട്ടിട്ടുണ്ട്. പിൽക്കാലത്ത് ചരിത്രം പഠിക്കുന്നവർക്ക് ആകെ അവലംബയോഗ്യമായി മാറിയത് അത്തരം വ്യാജ ഗ്രന്ഥങ്ങൾ മാത്രമായിരുന്നു. അതിലെ സ്വാധീനങ്ങൾ പിൽക്കാലത്ത് വന്ന പല അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ എഴുതിയ ചരിത്ര ഗ്രന്ഥങ്ങളിൽ പോലും അതിനെ സ്വാധീനം അറിയാതെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു ചരിത്രപരമായ വസ്തുതയാണ്. പല സ്വഹാബത്തിന്റെയും പേരിനെ കുറിച്ച് മോശമായ ചിത്രങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കിയത് ഷിയാക്കളാണ്. പല കള്ളക്കഥ ഉണ്ടാക്കിയിട്ടുള്ളവരാണ്. പടച്ചിറപ്പിനെ വിശ്വാസങ്ങളിൽ തെറ്റായ വിശ്വാസങ്ങൾ പ്രചരിപ്പിച്ചത് അവരാണ്. അതുകൊണ്ട് അതിനെ ഗൗരവമായി നമ്മൾ കാണേണ്ടതുണ്ട്. നമ്മുടെ സ്വർഗം നഷ്ടപ്പെടാൻ, നമ്മുടെ ഈമാൻ നഷ്ടപ്പെടാൻ അതൊക്കെ നിമിത്തമായി മാറും. പ്രമാണങ്ങൾ പഠിക്കുക, ഖുർആൻ പഠിക്കുക, ഹദീസ് പഠിക്കുക, അതിൽ നിന്ന് ശരിയായ വിശ്വാസങ്ങളെ നാം പഠിച്ചെടുക്കുക. അതാണ് സ്വർഗത്തിലേക്കുള്ള വഴിയെന്ന് തിരിച്ചറിഞ്ഞ് ആ ശരിയായ മാർഗത്തിൽ ചരിക്കാൻ നാം ശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ
آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله رب العالمين.